കേരള പോലീസിന്റെ ലഹരി വേട്ട തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ വേട്ടക്കിടയിൽ മലയാള ചലച്ചിത്ര പ്രവർത്തകരും വലയിലാവുന്ന വാർത്തകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതിൽ ചില പേരുകളൊന്നും നമുക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്നതല്ല, അല്ലെങ്കിൽ ഇതിനു മുൻപ് പരസ്യമായും രഹസ്യമായും നമുക്കൊക്കെ കേട്ടറിവും കണ്ടറിവും ഒക്കെയുള്ള പല പേരുകളും അക്കൂട്ടത്തിൽ വന്നു. ഇവർക്കൊന്നും ശിക്ഷ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ കേട്ട വാർത്ത എന്നെ സംബന്ധിച്ച് വല്ലാതെ ഞെട്ടലുണ്ടാക്കുന്നതും ഒത്തിരി സങ്കടം ഉണ്ടാക്കുന്നതുമായിരുന്നു. സംവിധായകൻ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും അവർ ലഹരി കൈവശം വെച്ചതിനെ തുടർന്ന് അവരെ അറസ്റ്റ് ചെയ്തതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെയാണ്. കാര്യം അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്ന് കേൾക്കുന്നു. ഫെഫ്ക അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് കേൾക്കുന്നു. പക്ഷേ നാളെയും അവർ സിനിമ ചെയ്യും. അവരുടെ തൊഴിലിനെ തടയാൻ ഇവിടെ ആർക്കും അവകാശമില്ലല്ലോ. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടത് കുറേ നാൾ കഴിയുമ്പോൾ നമ്മളിതൊക്കെ മറക്കും. അവർ നല്ലൊരു സിനിമയായിട്ട് വരും, പിന്നെ നമ്മൾ സിനിമയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കില്ല. പക്ഷേ ഒരു കുഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ്, എൻ്റേതായിട്ടുള്ളൊരു കുഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിനോട് വെക്കണമെന്ന് തോന്നുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സിനിമാക്കാർ ലഹരി ഉപയോഗത്തെ തുടർന്ന് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട് പിടിക്കപ്പെടുന്ന അതിൻ്റെ എണ്ണമൊക്കെ കൂടുമ്പോൾ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. സിനിമാക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയും അതിൽ ചിലതൊക്കെ അനുകരിക്കാൻ തോന്നുകയും ചെയ്യുന്ന വലിയൊരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അതിൽ തന്നെ കഴിവുള്ള സിനിമാക്കാരോടൊപ്പം അല്ലെങ്കിൽ കഴിവുള്ള സിനിമാക്കാരുടെ പേരിനൊപ്പം ലഹരിയുടെ പേരുകളും കൂടി വരുമ്പോൾ പണ്ട് സിനിമയിൽ അടക്കം പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുള്ള വാചകമാണ് ഒരല്പം ലഹരി ക്രിയേറ്റിവിറ്റി കൂടാൻ ഉപകരിക്കും എന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ ഇത്രയും കഴിവുറ്റ ആളുകളായിട്ട് മാറുന്നത് അല്ലെങ്കിൽ അവരുടെ കഴിവിനെ അവരുടെ ക്രിയേറ്റിവിറ്റി അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഈ ലഹരിയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായേക്കാം. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു തോട്ടാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലഹരിയുടെ ഉപയോഗം ക്രിയേറ്റിവിറ്റിയെ കൂട്ടും എന്ന് പറയുന്ന വാദങ്ങൾ ഏതൊക്കെ രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് അവനവൻ്റെ ശരീരത്തെ, മനസ്സിനെ, പേഴ്സണലും സോഷ്യലുമായിട്ടുള്ള റിലേഷൻഷിപ്പുകളെ എത്രത്തോളം ബ്രേക്ക് ചെയ്യുമെന്നുള്ളത് കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഒരുപാട് ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ക്രിയേറ്റീവായ, ഇത്രയും ആളുകൾ അംഗീകരിക്കുന്ന സിനിമാക്കാർ, പരാജയപ്പെട്ടു പോയ ആളുകളെ കുറിച്ചല്ല പറയുന്നത്, ഇത്രയും അംഗീകാരവും സ്വീകാര്യതയും നേടിയിട്ടുള്ള സിനിമാക്കാർ ഇതിൻ്റെ അടിമകളാണെന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികളുടെയും കൗമാരപ്രായക്കാരുടെയും യുവാക്കളുടെയും ഒക്കെ ഇടയിൽ ലഹരി വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അവർക്ക് ആക്ച്വലി വാദിക്കാനുള്ള അല്ലെങ്കിൽ ഇവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി കൂടിയാണ് ഈ തുറന്നു കിട്ടുന്നത്. ഇത്തരം പദാർത്ഥങ്ങളുടെ ഉപയോഗം എന്തെങ്കിലും ഒന്ന് കൂട്ടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ പരിധിയിൽ കവിഞ്ഞ് അവയുടെ ഉപയോഗം അണയാൻ പോകുന്ന ഒരു തിരിയുടെ ആളിക്കത്തൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പിടിക്കപ്പെടുന്ന സിനിമാക്കാരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? അവരെ പുറത്തുനിന്നുള്ള നമ്മൾ കുറേ ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ, അവരെ സ്നേഹിക്കുന്ന നമ്മൾ കുറേ ആൾക്കാർ വിചാരിച്ചാൽ അവരെ ഈ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? എൻ്റെ അഭിപ്രായം പറ്റില്ലെന്നാണ്. പരസ്യമായൊക്കെ ലഹരി ഉപയോഗിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് വെല്ലുവിളിക്കുന്ന ആളുകൾ വരെ ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. മാത്രമല്ല വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇവിടുത്തെ നിയമം എത്രത്തോളം ശക്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിടിക്കുന്നു, ജാമ്യത്തിലിടുന്നു, കഴിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് മാതൃകാപരമായി ശിക്ഷിക്കുന്ന യാതൊന്നും നമ്മൾ കാണുന്നില്ല. സിനിമാ സംഘടനകളുടെ കാര്യം എടുത്ത് നോക്കൂ. ഞങ്ങളിപ്പോൾ നടപടിയെടുക്കും. എന്താണ്? അയാൾ ഒരു അവസരം കൂടി ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മാപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു. സംഭവം സെറ്റായി. സോ സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്നോ നിയമപരമായി അവരെ കൊടുക്കാനുള്ള മാർഗ്ഗങ്ങളോ, പിന്നെ ഇത്രയും പണവും പ്രശസ്തിയുള്ള ആൾക്കാരുടെ മുന്നിൽ നിയമം എങ്ങനെയാണ് പെരുമാറുന്നതെന്നും സാധാരണക്കാരായ ആളുകളെ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് പിടികൂടുമ്പോൾ ഇവരെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്നൊക്കെയുള്ള പല വീഡിയോസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. സോ സിനിമാക്കാരെ പറഞ്ഞു തിരുത്താൻ നമുക്ക് പറ്റില്ല. പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട്. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എൻ്റെ അനിയന്മാരോടും അനിയത്തിമാരോടുമാണ് പറയുന്നത്. ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ എവനൊക്കെ കുടിച്ചോ, വലിച്ചോ, പുകച്ചോ, കുത്തിവെച്ചോ കുറേ നാൾ കഴിയുമ്പോൾ ചത്തൊടുങ്ങിപ്പോവും. അതിനിടയിൽ അവരനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, സാമൂഹികമായ ആളുകളോട് ഇടപെടാൻ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, വ്യക്തി ജീവിതത്തിൽ ശാരീരികവും മാനസികവുമായി അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, ഇതൊന്നും നമ്മളാരും അറിയുന്നില്ല. യവനൊക്കെ എങ്ങനെയോ നശിച്ചു പോട്ടെ. പക്ഷേ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ, നിങ്ങളുടെ പെർഫോമൻസിനെ കൂട്ടാൻ ലഹരി നിങ്ങളെ സഹായിക്കും എന്ന് ആരെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ, നിങ്ങളുടെ സങ്കടം മാറ്റാൻ, നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ ലഹരിക്കാവും എന്ന് ആരെങ്കിലും പറഞ്ഞു തരികയാണെങ്കിൽ ദയവ് ചെയ്ത് അതിൽ വീണു പോകരുത്. ഇന്നൊരു 10 മിനിറ്റ് ചിരിക്കാൻ നിങ്ങളെ അനുവദിച്ചിട്ട് നിങ്ങൾക്ക് മൊത്തം കിട്ടാൻ പോകുന്ന ലൈഫിൻ്റെ പകുതി ദുരിതമായി ജീവിക്കാം എന്ന് പറയുകയാണെങ്കിൽ ആ ചിരി വേണോ? അതോ ദുരിതമായി പോകുന്ന ലൈഫിനെ മര്യാദയ്ക്ക് കൊണ്ടുപോകണമെന്നാണോ ആലോചിക്കേണ്ടത്? പിന്നെ ക്രിയേറ്റിവിറ്റി, ഇവരാരും ലഹരി ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റീവായ ആളുകളല്ല, ലഹരി ഉപയോഗിച്ചുകൊണ്ട് നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല. ഇവരെല്ലാവരും ക്രിയേറ്റീവ് മൈൻഡ്സാണ്. ഇവരിൽ എല്ലാവരിലും ആ കഴിവുണ്ട്. പക്ഷേ അതൊന്നും പുറത്തെടുക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാതിരുന്ന ആളുകൾ, അല്ലെങ്കിൽ അവനവൻ ക്രിയേറ്റീവ് ആണ് എന്നുള്ള ധാരണ ഇല്ലാതിരുന്ന കുറേ ആളുകൾ, അവർ ലഹരിക്ക് അടിമപ്പെട്ടു പോയതാണ്. പക്ഷെ ഞാനിതിൻ്റെ അടിമയാണ് എന്ന് പറയുന്നതിനേക്കാൾ എന്തുകൊണ്ടും എളുപ്പം ഞാനത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതാണ്.
സത്യത്തിൽ അവർ ലഹരി ഉപയോഗിക്കല്ല, ലഹരി അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്റ്റേജിൽ നിന്ന് എത്ര പേർക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നിങ്ങളാരും എത്തരുതേ എന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു ഭയങ്കര സംഭവമായിട്ടൊന്നും പറയല്ല. മലയാളത്തിൻ്റെ മഹാനടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയും അവരുപയോഗിച്ചിരുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടായേക്കാം. മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുകവലി ശീലത്തിനെ ഉപേക്ഷിച്ചതിനെ കുറിച്ച് പറഞ്ഞത്, നേട്ടങ്ങളെക്കാൾ ഉപേക്ഷിക്കലാണ് ശക്തി. അങ്ങനെ ഒരു ഫിലോസഫി ആലോചിച്ചാൽ എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം എൻ്റെ പുകവലി തള്ളിക്കളഞ്ഞു. എനിക്കിഷ്ടമായിരുന്നു പുകവലിക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ പുകവലിക്കുന്നത് നല്ലതല്ല, എനിക്ക് മാത്രമല്ല ആർക്കും. നമ്മുടെ ശരീരത്തിന് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ശരീരത്തിനോടുള്ള അഭിപ്രായം ചോദിക്കാൻ നമ്മൾ കടത്തിവിടുന്നത്. നമുക്ക് ജീവിക്കാൻ പുക വേണ്ടല്ലോ, ആഹാര പദാർത്ഥങ്ങളും വായുവും മാത്രം മതി. എന്നെ ഒരുപക്ഷെ വളരെ കുറച്ച് ആളുകളെങ്കിലും അനുകരിക്കാതിരിക്കില്ല, കുട്ടികൾ പ്രത്യേകിച്ച്. അപ്പോൾ ഞാൻ സിഗരറ്റ് വലിക്കുന്നത് മറ്റുള്ളവർ അത് അവരെ സ്വാധീനിക്കുന്നെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ആരാധിക്കുന്ന എത്രയോ അഭിനേതാക്കൾ, അവർക്ക് എന്തൊക്കെ ദുശീലം ഉണ്ടെങ്കിലും അതുകൊണ്ടാണ് അവരുടെ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഇമേജ് അല്ലെങ്കിൽ അങ്ങനൊരു ഇമ്പാക്റ്റ് പൊതുജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്ന ആളുകളാണ്. അവർ വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇന്ത്യയിൽ നിയമപരമായി അവൈലബിൾ ആയിട്ടുള്ള എന്തോ ഒരു കൺസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് തെറ്റായ ഒരു ധാരണ ആളുകളിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിക്കുന്നില്ല. ഈ ലഹരി കേസിൽ പിടിയിലാവുന്നവരും ശ്രമിക്കുന്നില്ല. പക്ഷേ കഴിവുള്ള സിനിമാക്കാർ ലഹരി എന്നുള്ള കൂടിച്ചേരലുകൾ, ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ നിയമപരമായി പാടില്ലാത്തത് കൊണ്ടാണല്ലോ അതൊരു കേസായിട്ട് മാറുന്നത്. അങ്ങനെ കേസുകളിൽ ഈ പേരുകൾ ഒരുമിച്ച് വരുമ്പോൾ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ പലരും ട്രീറ്റ്മെൻറ്റുകൾക്ക് ഉപയോഗിക്കുന്ന ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള ഡ്രഗ്സ് അല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങളൊരു പ്രാക്ടീസിങ് സൈക്യാട്രിസ്റ്റിനെ കണ്ട് അയാളുമായി സംവദിച്ച് അയാൾ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന മരുന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെയല്ല, ഇത് കഴിച്ച അടിപൊളിയാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും പോയ കോടാലി നിങ്ങളോട് ഇത് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് ഉപയോഗിക്കുന്നത്. എനിക്ക് ADHD ഉണ്ട്, എനിക്ക് സൈക്യാട്രിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അവരെനിക്ക് തന്നിട്ടുള്ള ഒരു ഗുളിക ചിലപ്പോൾ മറ്റൊരാൾ കഴിച്ചാൽ അയാൾക്ക് അനാവശ്യമായ ആങ്സൈറ്റി ഉണ്ടായേക്കാം. ചിലപ്പോൾ വേറെ പല ആളുകളിലും വേറെ എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ആ സൈഡ് എഫക്റ്റിനെ ക്രിയേറ്റിവിറ്റി ആയിട്ട് കാണാൻ ആവശ്യപ്പെടുന്നത് എങ്ങനെയുണ്ടാവും? ഇനി അതിൽ ആനന്ദം കണ്ടെത്തി ആവശ്യത്തിൽ കൂടുതൽ ആ മരുന്ന് ഒരാൾ കൺസ്യൂം ചെയ്താൽ അയാളുടെ അവസ്ഥ എന്താവും? നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആകാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ പെർഫോമൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആങ്സൈറ്റി ഉണ്ടെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള സൈക്യാട്രിസ്റ്റുകളുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അവരെ കൺസൾട്ട് ചെയ്യൂ പ്ലീസ്. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടെടുത്ത് അതെടുക്കുക. സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. ലഹരി മരുന്നുകൾ ഒന്നിനെയും എൻഹാൻസ് ചെയ്യാൻ സഹായിക്കില്ല. കുറച്ച് തീയും പുകയൊക്കെ തോന്നിക്കുന്ന സാധനങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ പുക വലിച്ചിട്ടില്ല. എൻ്റെ ചുണ്ട് കാണുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എത്ര വലിക്കും, വലി കുറച്ചുകൂടെ എന്നൊക്കെ. ഞാൻ ഇന്നുവരെ പുക വലിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ വലിക്കുമായിരുന്നെങ്കിൽ അതിൻ്റെ സാധ്യത കൂടി തള്ളിക്കളഞ്ഞത് ഒരുപക്ഷെ മമ്മൂക്ക പറഞ്ഞ ഡയലോഗാണ്. പിന്നെ വലിച്ചും കുടിച്ചും ഇല്ലാതായിപ്പോയ ഒരപ്പനെ കണ്ടു വളർന്നുകൊണ്ടാണ്. വീണ്ടും പറയുന്നു, എൻ്റെ അനിയന്മാരോടും അനിയത്തിമാരോടും ഈ ട്രാപ്പിൽ വീഴരുത്. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് പലതരം ചിന്തകൾ ചില കമൻറ്റ് ബോക്സുകളിലൊക്കെ കണ്ടു. അത് വളരെ ഡേഞ്ചറസ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. വളരെ തെറ്റിദ്ധാരണാജനകമായ സ്റ്റഡീസൊക്കെ കൊണ്ടുവന്ന ആളുകൾ കമൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിലും വീണ് പോകരുത് പ്ലീസ്. സഹിക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ടാകുമ്പോൾ യാത്ര ചെയ്യുന്നേ. ജീവിതത്തിൽ സന്തോഷമേ ഇല്ലാന്ന് തോന്നുമ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. ഫോണില്ലേ, ഫോട്ടോസ് എടുക്കുക, എഡിറ്റ് ചെയ്യും. ഏറ്റവും സുന്ദരമെന്ന് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനൊന്നും പറയുന്നില്ല. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്രിസിയേഷൻസ് കിട്ടും. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഭയങ്കര പ്രഷർ തോന്നുമ്പോൾ, ഔട്ട് ഓഫ് ദ ബോക്സ് ആലോചിക്കണമെന്ന് തോന്നുമ്പോൾ ലഹരിയല്ല സൊല്യൂഷൻ. മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് തീരെഴുതി കൊടുത്തിട്ട് ഇന്ന് കിട്ടുന്ന ഒരു സന്തോഷം കൊണ്ടും ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോകില്ല. താങ്ക് യു സോ മച്ച്.